അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഇന്നലെ ഇടക്കാല ജാമ്യ ഉത്തരവ് ജയിലിൽ എത്താൻ വൈകിയതിനെ തുടർന്ന് ചഞ്ചൽഗുഡ ജയിലിൽ കഴിയുകയായിരുന്നു അല്ലു അർജുൻ. ജയിലിന് മുന്നിൽ ആരാധകർ തടിച്ചുകൂടിയതിനാൽ ജയിലിന് പിന്നിലെ ഗേറ്റ് വഴിയാണ് അല്ലു അർജുനെ പുറത്തിറക്കിയത്. പുഷ്പ 2 റിലീസ് ദിനത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചതിലാണ് അല്ലു അർജുൻ അറസ്റ്റിലായത്. വിശദാംശങ്ങൾ KB ശ്രീധരൻ നൽകും. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു അല്ലു അർജുനെതിരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുക എന്നത്. ഇതിനെതിരെ എനിക്ക് തോന്നുന്നു സർക്കാരിനെതിരെയൊക്കെ വലിയ പ്രക്ഷോഭം ആരാധകർ ഉണ്ടാക്കുകയും ചെയ്തു, ഒരു അതൃപ്തിയും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ അതിനാടകീയ രംഗങ്ങൾക്കൊടുവിൽ എങ്ങനെയായിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് അല്ലു അർജുൻ? മോത്തി, അല്പസമയം മുൻപാണ്, ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് അല്ലു അർജുൻ ജയിൽ മോചിതനായത്. ആരാധകർ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഈ ചഞ്ചൽഗുഡ, അതായത് ഹൈദരാബാദ് സെൻട്രൽ ജയിലിന് മുൻപിൽ തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി അദ്ദേഹത്തെ ജയിലിന്റെ പിൻഗേറ്റ് വഴിയാണ് പുറത്തിറക്കിയത്. ഏതായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ജൂബിലി ഹിൽസിലെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഈ ഇടക്കാല ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിയത്. ജയിൽ നിയമം അനുസരിച്ച് 6 മണിയോടുകൂടി തന്നെ ഡിന്നർ ടൈം കഴിയും. അതിനുശേഷം ആളുകളെ റിലീസ് ചെയ്യുക, തടവുകാരെ റിലീസ് ചെയ്യുക എന്നുള്ളത് ഒട്ടും ജയിൽ ചട്ടം അനുസരിക്കുന്നതല്ല. ജയിൽ ചട്ടം അനുസരിച്ച് അത് സാധുതയുള്ളതല്ല. അതിനാലാണ് ഇന്നേക്ക് ഈ ജയിൽ മോചനം വൈകിയത്. ഏതായാലും ഒരു രാത്രി അല്ലു അർജുന് ജയിലിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആരാധകരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം. ഇന്നലെ രാവേറി ഇന്ന് വെളുക്കുവോളം ആളുകളെല്ലാം തന്നെ ഈ ജയിലിന് പുറത്ത് കാവൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഏതായാലും അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദ് ഇന്നലെ രാത്രി മോചനം ഉണ്ടാവില്ല എന്ന് മനസ്സിലായതോടുകൂടി അവിടെ നിന്ന് മടങ്ങുകയും ഇന്ന് രാവിലെ ഏറെ നേരത്തെ തന്നെ അദ്ദേഹം ജയിലിന് മുന്നിൽ എത്തുകയും ചെയ്തു. ഏതായാലും ഒരു 6:45 കൂടിയാണ് അദ്ദേഹത്തിന്റെ മോചനം സാധ്യമായത്. നിലവിൽ ജാമ്യ വ്യവസ്ഥകളുണ്ട്. 4 ആഴ്ചത്തേക്കാണ് ഇന്നലെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഇതിൽ തന്നെ അന്വേഷണവുമായി സഹകരിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 50,000 രൂപയുടെ ആൾജാമ്യവും 50,000 രൂപ കെട്ടിവെക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ഏതായാലും അല്ലു അർജുൻ ജൂബിലി ഹിൽസിലെ വീട്ടിലേക്ക് പോവുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇതോടൊപ്പം തന്നെ ഈ തിയേറ്റർ ഉടമകൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അവർക്കും ഇന്നലെ കോടതി, അതായത് അല്ലു അർജുന് സമാനമായ കുറ്റം തന്നെയാണ് ഇവർക്കെതിരെയും ചുമത്തിയിരുന്നത്. അവർക്കും ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു. അവരെയും അല്ലു അർജുനൊപ്പം ജയിൽ മോചിതനാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 18 മണിക്കൂർ നീണ്ട നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് അല്ലു അർജുന് ഇപ്പോൾ ജയിൽ മോചനം സാധ്യമായത്. ഇന്നലെ 11 മണിയോടെയാണ് അദ്ദേഹത്തെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്, കുടുംബാംഗങ്ങളോടൊക്കെ യാത്ര പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആരാധകർ വലിയ ബഹളമുണ്ടാക്കിയിരുന്നോ ഇന്നലെയും ഇന്നും ഒക്കെയായി? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് അല്ലു അർജുനെ കൊണ്ടുവന്നിരുന്ന എല്ലാ സ്ഥലത്തും ആരാധകർ തടിച്ചുകൂടിയിരുന്നു. പ്രത്യേകിച്ച് ജയിലിന് മുൻപിൽ, അതുപോലെ തന്നെ കോടതിക്ക് മുൻപിൽ, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയ ആശുപത്രിക്ക് മുൻപിലൊക്കെ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. മറ്റൊരു പ്രധാന പ്രതിഷേധം കൂടി ഉണ്ടായി. അതായത് ഇത് സർക്കാരിനെതിരെയുള്ള ഒരു വികാരം എന്നുള്ള രീതിയിൽ ഉയർന്നു വരികയും ചെയ്തു. പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള BRS-ഉം BJP-യും ഒക്കെ ഇത് രേവന്ത് റെഡ്ഡിയുടെ വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി വൈരാഗ്യമാണ് അല്ലു അർജുന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നുള്ള ഒരു പ്രതികരണവുമായി അവരൊക്കെ എത്തുകയും ചെയ്തിരുന്നു. തെലുങ്ക് സിനിമാ ലോകം ഒന്നാകെ അല്ലു അർജുന് പിന്തുണയുമായും അതുപോലെ തന്നെ സർക്കാരിനെതിരെ ഒരു നീക്കവുമായൊക്കെ വരികയും പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ തെലങ്കാനയെ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിനെ, തെലുങ്ക് സംസ്ഥാനങ്ങളെ വല്ലാതെ ഉലച്ചുകൊണ്ട്, അല്ലെങ്കിൽ വല്ലാതെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു സംഭവമായി പോയി അല്ലു അർജുന്റെ അറസ്റ്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പവൻ കല്യാൺ അല്ലു അർജുന്റെ അമ്മാവൻ കൂടിയാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഹൈദരാബാദിലെത്തിയിരുന്നു. അതുപോലെ തന്നെ ചിരഞ്ജീവിയും ഈ പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് വരാനുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ പോലീസ് തടഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവരൊന്നും ഇവിടേക്കൊന്നും എത്താഞ്ഞത്. ഏതായാലും അവർ കൂടി ഈ നിരത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുന്നിലേക്കൊക്കെ അവർ കൂടി എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ മാറിയേനെ. ഏതായാലും ഇന്നലെ രാത്രി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഒരു പ്രധാന പ്രതികരണം ഒരു സ്വകാര്യ ചാനലിന് നൽകിയിരുന്നു. അതായത് ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഏതെങ്കിലും തരത്തിൽ
കൈവിട്ട് പോയാൽ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്നലെ വ്യക്തമാക്കിയത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളൊരു പ്രതികരണങ്ങൾ കൂടി അദ്ദേഹം നടത്തുകയും ശരി ചെയ്തു. ശ്രീധരൻ, ഏതായാലും എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് എന്ന ആ തീരുമാനം നമുക്കുമൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കേരളത്തിലും പലപ്പോഴും പല സംഭവങ്ങളിലും എല്ലാവർക്കും ഒരേ നിയമമായി നമ്മൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു മാതൃകയാക്കി എടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. എങ്കിലും ആരാധകർക്ക് ഇത് ഒരു പരിധിവരെ ബുദ്ധിമുട്ടുണ്ടാക്കി, സങ്കടമുണ്ടാക്കി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം.